Hi students, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എവിഡൻസസ് ഓഫ് എവല്യൂഷൻ എന്ന ടോപ്പിക്കാണ്. എവല്യൂഷൻ സ്റ്റഡീസിൽ നമുക്ക് കിട്ടിയ എവിഡൻസസ് എന്തൊക്കെയാണ്, ഏതൊക്കെ ഏരിയാസിൽ നിന്നാണ് നമ്മൾ എവിഡൻസസ് കളക്ട് ചെയ്തിട്ടുള്ളത്? സോ ലെറ്റ് us see one by one. ഒന്നാമത്തേത് പാലിയന്റോളജിക്കൽ എവിഡൻസസ്. ദാറ്റ് മീൻസ് എവിഡൻസസ് ഫ്രം പാലിയന്റോളജി. പാലിയന്റോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ഫോസിൽസ്. And what are fossils? Fossils are the remnants of organisms that existed in the past. മില്യൺസ് ഓഫ് ഇയേഴ്സ് ബാക്ക് എക്സിസ്റ്റ് ചെയ്തിരുന്ന ഓർഗാനിസംസിന്റെ റെമനൻസിനെയാണ്, അവശിഷ്ടങ്ങളാണ് നമ്മൾ ഫോസിൽസ് എന്ന് വിളിക്കുക. ആൻഡ് റോക്സിലാണ് നമുക്കിത് കിട്ടുക, അല്ലെ? ഫോസിൽസ് ആർ റിമൈൻസ് ഓഫ് ഹാർഡ് പാർട്സ് ഓഫ് ലൈഫ് ഫോംസ് ഫൗണ്ട് ഇൻ റോക്സ്. റോക്സ് ഫോം സെഡിമെന്റ്സ്. റോക്ക് സെഡിമെന്റ്സ് ആയിട്ട് ഫോം ചെയ്യുന്നു, അല്ലെ? ആൻഡ് എ ക്രോസ് സെക്ഷൻ ഓഫ് എർത്ത് ക്രസ്റ്റ് ഇൻഡിക്കേറ്റ്സ് ദ അറേഞ്ച്മെന്റ് ഓഫ് സെഡിമെന്റ്സ് വൺ ഓവർ ദ അതർ ഡ്യൂറിംഗ് ദ ലോങ് ഹിസ്റ്ററി ഓഫ് എർത്ത്. നമ്മൾ എർത്തിന്റെ ഒരു ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ റോക്ക് സെഡിമെന്റ്സ് ആയിട്ട് മാറിയിട്ടുണ്ടല്ലേ. അപ്പൊ ഈ സെഡിമെന്റ്സിന്റെ പല ലെയേഴ്സ് കാണാനായിട്ട് പറ്റും. ദാറ്റ് മീൻസ് താഴേന്ന് മുകളിലോട്ട് വരെ നമുക്ക് പല ലെയേഴ്സിൽ ഈ റോക്ക് സെഡിമെന്റ്സ് കാണാനായിട്ട് പറ്റും. അപ്പൊ ഏറ്റവും താഴെയുള്ള സെഡിമെന്റ്, ആ ലെയർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അത് ഏറ്റവും ഓൾഡർ ആണ് എന്നാണ്, അല്ലെ? താഴെ നിന്ന് മുകളിലോട്ട് പോകുന്തോറും ഏജ് കുറഞ്ഞു വരും. ദാറ്റ് മീൻസ് കാലപ്പഴക്കം കുറഞ്ഞു വരും. അപ്പൊ ഏറ്റവും മുകളിലായിട്ട് കാണപ്പെടുന്നതൊക്കെ ഏജ് കുറഞ്ഞ, അതായത് റീസെന്റ് ആയിട്ട് ഫോം ചെയ്ത സെഡിമെന്റ്സ് ആയിരിക്കും, അല്ലെങ്കിൽ റീസെന്റ് ആയിട്ട് ഫോം ചെയ്ത ഫോസിൽസ് ആയിരിക്കും, അല്ലെ? ഓക്കെ. ആൻഡ് ഡിഫറെന്റ് ഏജ് റോക്ക് സെഡിമെന്റ്സ് കണ്ടെയ്ൻ ഫോസിൽസ് ഓഫ് ഡിഫറെന്റ് ലൈഫ് ഫോംസ്. ഡിഫറെന്റ് ഏജ് റോക്ക് സെഡിമെന്റ്സ് എന്ന് പറഞ്ഞാൽ താഴെ നിന്ന് മുകളിലോട്ട് പോകുന്തോറും ഏജ് കൂടി വരികയാണ് ചെയ്യുന്നത്, അല്ലെ? കാലപ്പഴക്കം കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള റോക്ക് സെഡിമെന്റ്സിലൊക്കെ നമുക്ക് ഡിഫറെന്റ് ലൈഫ് ഫോംസിന്റെ ഫോസിൽസ് ആണ് കിട്ടുക. വ്യത്യസ്തമായിട്ടുള്ള ഓർഗാനിസംസിന്റെ ഫോസിൽസ് ആണ് നമുക്ക് കിട്ടുക, അല്ലെ? ഓരോ സെഡിമെന്റൽ ലെയേഴ്സിൽ നിന്നും. ഹു പ്രോബബ്ലി ഡൈ ഡ്യൂറിംഗ് ദ ഫോർമേഷൻ ഓഫ് ദ പെർട്ടിക്കുലർ സെഡിമെന്റ്. അപ്പൊ ആ ഓർഗാനിസംസ് ഒക്കെ ഈ ഒരു സെഡിമെന്റ് ഫോം ചെയ്യുന്ന സമയത്ത് ചത്തുപോയിട്ടുണ്ടാവും, അല്ലെ? അതുകൊണ്ടാണ് ആ സെഡിമെന്റ്സിന്റെ കൂടെ നമുക്ക് ആ ഫോസിൽസും കിട്ടുന്നത്. ആൻഡ് സം ഓഫ് ദം അപ്പിയർ സിമിലർ ടു മോഡേൺ ഓർഗാനിസംസ്. ചില ഓർഗാനിസംസ് അല്ലെങ്കിൽ ചില ഫോസിൽസ് ഒക്കെ ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്ന ഓർഗാനിസംസുമായിട്ട് സിമിലാരിറ്റി കാണിക്കുന്നുണ്ട്. നമ്മൾ ഫോസിൽസിന്റെ സ്റ്റഡി നടത്തിയതിലൂടെ കണ്ടുപിടിച്ച ഒരു കാര്യമാണ്, എത്രയോ മില്യൺസ് ഓഫ് ഇയേഴ്സ് ബാക്ക് എക്സിസ്റ്റ് ചെയ്യുന്ന ചില ഓർഗാനിസംസിന് ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്ന ഓർഗാനിസംസുമായിട്ട് സിമിലാരിറ്റീസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഡൈനോസേഴ്സിന്റെ ഒരു ഫാമിലി ട്രീ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എ ഫാമിലി ട്രീ ഓഫ് ഡൈനോസേഴ്സ് ആൻഡ് ലിവിംഗ് മോഡേൺ ഡേ കൗണ്ടർ പാർട്ട് ഓർഗാനിസംസ് ലൈക്ക് ക്രോക്കഡൈൽസ് ആൻഡ് ബേർഡ്സ്. അപ്പൊ ഇവിടെ റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഇവരോട് സിമിലാരിറ്റീസ് കാണിക്കുന്ന മോഡേൺ ഓർഗാനിസംസ് ക്രോക്കഡൈൽസും ബേർഡ്സും ആണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഡൈനോസേഴ്സ് മില്യൺസ് ഓഫ് ഇയേഴ്സ് ബാക്ക് എക്സിസ്റ്റ് ചെയ്തിരുന്നു ആൻഡ് ലേറ്റർ അവർ എക്സ്റ്റിങ്ക്റ്റ് ആയി പോയി എന്ന് നമ്മൾ മനസ്സിലാക്കാനുള്ള കാരണം എന്താണ്? വി കളക്റ്റഡ് ദ ഫോസിൽസ് ഓഫ് ദീസ് ഓർഗാനിസംസ് ആൻഡ് ദെൻ അണ്ടർസ്റ്റുഡ് ദാറ്റ് ദീസ് കൈൻഡ് ഓഫ് ഓർഗാനിസംസ് വെർ എക്സിസ്റ്റഡ് ഇൻ ദ പാസ്റ്റ്. മില്യൺസ് ഓഫ് ഇയേഴ്സ് ബാക്ക് അവർ എക്സിസ്റ്റ് ചെയ്തിരുന്നു, പിന്നെ അവർ എക്സ്റ്റിങ്ക്റ്റ് ആയി പോയി. ഇവരുടെ ഫോസിൽസ് നമ്മൾ പഠിച്ചപ്പോഴാണ് പിന്നെ നമുക്ക് മനസ്സിലാകുന്നത് ഇവരോട് സിമിലാരിറ്റീസ് കാണിക്കുന്ന മോഡേൺ ഓർഗാനിസംസും ഇപ്പോഴുണ്ടല്ലേ, നിലവിലുണ്ട് എന്നത്. ഓക്കെ. ഇപ്പൊ ഡൈനോസേഴ്സിന്റെ ഫാമിലി ട്രീയിൽ ഇതാ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡൈനോസേഴ്സിന്റെ ആ ഒരു ഇവല്യൂഷൻ കൊടുത്തിട്ടുണ്ട്. ബ്രാക്കിയോസോറസ്, സ്റ്റീഗോസോറസ്, തൈറാനോസോറസ്, ട്രൈസെറാപ്റ്റോപ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. ആൻഡ് ഈ ബ്രാക്കിയോസോറസിന് പാരലായിട്ട് ഇവോൾവ് ചെയ്ത് വന്ന ഒരു ഓർഗാനിസം ആർക്കിയോപ്ടെറിക്സ്. ഈ ആർക്കിയോപ്ടെറിക്സിനെ നമ്മളൊരു കണക്റ്റിംഗ് ലിങ്ക് ആയിട്ടാണ് പറയുക. ഇറ്റ് ഈസ് എ കണക്റ്റിംഗ് ലിങ്ക് ഇൻ ബിറ്റ്വീൻ റെപ്റ്റൈൽസ് ആൻഡ് ബേർഡ്സ്. ബിക്കോസ് ഇതിന് റെപ്റ്റൈൽസിന്റെയും ബേർഡ്സിന്റെയും ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടായിരുന്നു. സോ നമ്മുടെ സ്റ്റഡീസ് അനുസരിച്ച് ആർക്കിയോപ്ടെറിക്സ് ഈസ് എ കണക്റ്റിംഗ് ലിങ്ക് ഇൻ ബിറ്റ്വീൻ റെപ്റ്റൈൽസ് ആൻഡ് ബേർഡ്സ്. അങ്ങനെ ഓരോ കൈൻഡ് ഓഫ് ഓർഗാനിസംസും ഉണ്ട് കേട്ടോ, ഓരോന്നിനെയും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ എവല്യൂഷൻ സ്റ്റഡീസിൽ സിമ്പിൾ ടു കോംപ്ലക്സിലേക്കാണ് പോവുക, അല്ലെ? അപ്പോൾ വെർട്ടിബ്രേറ്റിന്റെ ക്ലാസിഫിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഡിഫറെന്റ് ക്ലാസ്സസ് പറയുമ്പോൾ ഫിഷസിലാണ് തുടങ്ങുക. ഫിഷസ്, ആംഫീബിയൻസ്, റെപ്റ്റൈൽസ്, ബേർഡ്സ് ആൻഡ് ദെൻ മാമൽസ്, അല്ലെ? അപ്പോൾ നമ്മുടെ സ്റ്റഡീസ് അനുസരിച്ച് ഫിഷസിൽ നിന്ന് ആംഫീബിയൻസ് ഇവോൾവ് ചെയ്യുന്നു. ഫിഷസിൽ കുറച്ച് സ്പെഷ്യലൈസേഷൻ വന്നിട്ട് കുറച്ചുകൂടെ അവർ അഡ്വാൻസ്ഡ് ആയിട്ട് ആംഫീബിയൻസ് ആകുന്നു, അല്ലെ? ദെൻ ആംഫീബിയൻസിൽ നിന്ന് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റെപ്റ്റൈൽസ് ഫോം ചെയ്യുന്നു. റെപ്റ്റൈൽസിൽ നിന്ന് ബേർഡ്സ്, ദെൻ ഫൈനലി മാമൽസ്. ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്, ഹൈലി കോംപ്ലക്സ്ഡ് ആയിട്ടുള്ള മാക്സിമം കോംപ്ലക്സിറ്റിയിലേക്ക് എത്തിയിട്ടുള്ള ഓർഗാനിസംസ് ആണ് മാമൽസ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പോൾ ലാസ്റ്റ് നമ്മൾ മാമൽസ് ആണ് പറയുക. മനസ്സിലായോ? അപ്പോൾ ഓരോന്നും ഇവോൾവ് ചെയ്തത് ഓരോ ലോവർ ഓർഗാനിസംസിനും സ്പെഷ്യലൈസേഷൻ വന്നിട്ടാണ് എന്നാണ് എവല്യൂഷൻ സ്റ്റഡീസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത്. അപ്പോൾ ആർക്കിയോപ്ടെറിക്സ് ഇസ് എ കണക്റ്റിംഗ് ലിങ്ക് ഇൻ ബിറ്റ്വീൻ റെപ്റ്റൈൽസ് ആൻഡ് ബേർഡ്സ്. ആൻഡ് ഇവിടെ ക്രോക്കോഡിലിയൻസിനെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിലവിലുള്ള ഓർഗാനിസംസ് ആണ് ക്രോക്കോഡൈൽസ്, അല്ലെ? അവർക്ക് ഈ ഡൈനോസോഴ്സിനോട് സിമിലാരിറ്റീസ് ഉണ്ട്. പിന്നെ പെട്രാനോഡോൺ എന്ന് പറഞ്ഞൊരു ഓർഗാനിസത്തെ ഇവിടെ നെയിം ചെയ്തിട്ടുണ്ട്, പെട്രാനോഡോൺ. ഇവർക്കും
റെപ്റ്റൈൽസിന്റെയും ബേർഡ്സിന്റെയും ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു. എന്നാൽ ഒരു കംപ്ലീറ്റ് ബേർഡ് ആണെന്ന് ചോദിച്ചാൽ അല്ല, കംപ്ലീറ്റ് റെപ്റ്റൈൽ ആണെന്ന് ചോദിച്ചാൽ അതുമല്ല. പറക്കാൻ കഴിവുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് അല്ലേ. എന്നാൽ ഈ രണ്ട് ഗ്രൂപ്പിന്റെയും ക്യാരക്ടറിസ്റ്റിക്സ് അവർ കാണിച്ചിരുന്നു. പിന്നീടാണ് അങ്ങോട്ട് ബേർഡ്സ് നന്നായിട്ട് ഇവോൾവ് ചെയ്യുന്നത് പെട്രാനോഡോണിന് ശേഷം. ഓക്കെ. And a study of fossils in different sedimentary layers indicate the geological period in which they existed. നമുക്ക് ഈ സെഡിമെന്ററി ലെയേഴ്സിൽ നിന്ന് കിട്ടുന്ന ഫോസിൽസിനെ വെച്ചിട്ട് ഒരുപാട് പഠനങ്ങൾ നടത്താം. അങ്ങനെ പഠനങ്ങൾ നടത്തുമ്പോൾ ഏത് ജിയോളജിക്കൽ പീരീഡിലാണ് ഇവർ എക്സിസ്റ്റ് ചെയ്തിരുന്നത് മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഏത് സെഡിമെന്റൽ ലെയറിൽ നിന്നാണ്, എവിടെ നിന്നാണ് നമ്മൾ അതിനെ കളക്ട് ചെയ്തെടുത്തത് എന്നതിനെ ബേസ് ചെയ്ത് ഏത് ജിയോളജിക്കൽ പീരിയഡിലാണ് അവർ എക്സിസ്റ്റ് ചെയ്തിരുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ജിയോളജിക്കൽ പീരീഡ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു അല്ലെ, ഈറാസ്, പീരിയഡ്സ്, എപ്പോക്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഏത് ഈറയിലാണ്, ഏത് പീരിയഡിലാണ് അല്ലെങ്കിൽ ഏത് എപ്പോക്കിലാണ് ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് എക്സിസ്റ്റ് ചെയ്തിരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ദ സ്റ്റഡി ഷോഡ് ദാറ്റ് ലൈഫ് ഫോംസ് വേരിഡ് ഓവർ ടൈം. ഓരോ സമയം അനുസരിച്ചിട്ട് ലൈഫ് ഫോംസ് വേരി ചെയ്ത് വരുന്നുണ്ട് അല്ലെ. And certain life forms are restricted to certain geological time or spans. ചില ലൈഫ് ഫോംസ് ആ ഒരു പെർട്ടിക്കുലർ ജിയോളജിക്കൽ ടൈമിൽ അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ പീരീഡിൽ മാത്രമേ എക്സിസ്റ്റ് ചെയ്തിരുന്നുള്ളൂ. ആൻഡ് ലേറ്റർ അവർ കംപ്ലീറ്റ്ലി എക്സ്റ്റിങ്ക്റ്റഡ് ആയി പോയെന്നും നമ്മൾ മനസ്സിലാക്കിയെടുത്തു. ഫോർ എക്സാമ്പിൾ ഡൈനോസേഴ്സ് മീസോസോയിക് ഈറയിലാണ് അവർ ഫ്ലറിഷ്ഡ് ആയത് അല്ലേ. ഡൈനോസേഴ്സിന്റെ ഗോൾഡൻ ഏജ് എന്ന് പറയുന്നത് മീസോസോയിക് ഈറയാണ്. ആൻഡ് ട്രയാസിക് പീരീഡിൽ അവർ ഇവോൾവ് ചെയ്യാൻ തുടങ്ങി. ജുറാസിക് പീരീഡിൽ നല്ലതായിട്ട് അവർ ഫ്ലറിഷ് ചെയ്തു. ആൻഡ് ക്രിട്ടേഷ്യസ് പീരീഡോട് കൂടി അവർ എക്സ്റ്റിങ്ക്റ്റ് ആയി പോകുന്നു. പിന്നെ അവരുടെ പൊടി പോലും ഇല്ല പിന്നെ അങ്ങോട്ട് അല്ലെ. അപ്പോൾ ചില ഓർഗാനിസംസ് ആ ഒരു പെർട്ടിക്കുലർ പീരീഡിൽ മാത്രമേ എക്സിസ്റ്റ് ചെയ്തിരുന്നു, പിന്നെ അവരെ കാണുന്നേ ഇല്ല. ഹെൻസ് ന്യൂ ലൈഫ് ഫോംസ് ഹാവ് അറൈസൺ അറ്റ് ഡിഫറെന്റ് ടൈംസ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് എർത്ത്. അപ്പോൾ പല ടൈമിലും, എർത്തിന്റെ പല ടൈമിലും പുതിയ പുതിയ ഓർഗാനിസംസ് ഇവോൾവ് ചെയ്ത് വന്നിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നു. ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പാലിയന്റോളജിക്കൽ എവിഡൻസസ് കൊടുത്തിരിക്കുന്ന ആ പാരഗ്രാഫിൽ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ഡു യു റിമെമ്പർ ഹൗ ദ ഏജസ് ഓഫ് ദ ഫോസിൽസ് ആർ കാൽക്കുലേറ്റഡ്? ഡു യു റികളക്ട് ദ മെത്തേഡ് ഓഫ് റേഡിയോ ആക്റ്റീവ് ഡേറ്റിംഗ് ആൻഡ് ദ പ്രിൻസിപ്പിൾസ് ബിഹൈൻഡ് ദ പ്രൊസീജിയർ? ഇങ്ങനെ 2 ക്വസ്റ്റ്യൻസ് ഇട്ട് തന്നിട്ടുണ്ട്. ആൻസർ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പൊ നമുക്ക് അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുമോ? ആൻസർ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? യെസ്. അപ്പോൾ എങ്ങനെയാണ് ഫോസിൽസിന്റെ ഏജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അതിന് വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് റേഡിയോ ആക്റ്റീവ് കാർബൺ ഡേറ്റിംഗ് ഓർ റേഡിയോ ആക്റ്റീവ് ഡേറ്റിംഗ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് നമ്മുടെ ബോഡിയിലുള്ള റേഡിയോ ആക്റ്റീവ് C14, റേഡിയോ ആക്റ്റീവ് കാർബൺ 14, അതിന്റെ അളവിനെ ബേസ് ചെയ്തിട്ടാണ് കേട്ടോ. നമ്മൾ ചത്തു കഴിയുമ്പോൾ നമ്മൾ ഓർഗാനിക് മാറ്റർ ആകുമല്ലോ, അപ്പോൾ അതിലുള്ള C14, റേഡിയോ ആക്റ്റീവ് C14, അതിന്റെ അളവ് എത്രമാത്രം ആ ഓർഗാനിക് മാറ്ററിലുണ്ടെങ്കിൽ ഫോസിലുണ്ട് എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഫോസിൽസിന്റെ ഏജ് പറയുക. സോ ലെറ്റ്സ് സീ വാട്ട് ഈസ് ദിസ് റേഡിയോ ആക്റ്റീവ് കാർബൺ ഡേറ്റിംഗ്. ഇവിടെ നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണാൻ പറ്റും N14, അറ്റ്മോസ്ഫിയറിൽ N14 കൊടുത്തിട്ടുണ്ട് അല്ലെ. അത് കോസ്മിക് റേഡിയേഷൻ വഴി കൺവേർട്ട് ചെയ്തിട്ട് C14 ആയിട്ട് മാറുന്നു. ഓക്കെ, സോ കൺവേർഷൻ ഓഫ് N14 ടു C14 നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ആൻഡ് ദിസ് C14, ഈ റേഡിയോ ആക്റ്റീവ് C14 ഈസ് അബ്സോർബ്ഡ് ബൈ പ്ലാന്റ്സ്. പ്ലാന്റ്സ് C14 അബ്സോർബ് ചെയ്യുന്നു. ആൻഡ് പ്ലാന്റ്സിൽ നിന്ന് എങ്ങോട്ട് പോകും? ഇത് ആനിമൽസിലേക്ക് പോകും. ഓക്കെ, ആൻഡ് ഈ ഓർഗാനിസംസ്, പ്ലാന്റ്സ് ആയാലും ആനിമൽസ് ആയാലും, അവർ ചത്തു കഴിയുമ്പോൾ ഈ C14 പിന്നെ റീപ്ലനിഷ് ചെയ്യുന്നില്ല. ഓക്കെ, ഇൻടേക്ക് സ്റ്റോപ്സ് അറ്റ് ദ ടൈം ഓഫ് ഡെത്ത്. C14ന്റെ ഇൻടേക്ക് അവർ ചത്തു കഴിയുമ്പോൾ സ്റ്റോപ്പ് ചെയ്യും. ആൻഡ് പിന്നെ ഈ ഓർഗാനിക് മാറ്ററിലുള്ള C14 എന്ത് സംഭവിക്കും? അത് ഗ്രാജുവലി, അത് പതുക്കെ 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 ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. ദാറ്റ് മീൻസ് അത് ഡീക്കേ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ ഈ C14ന്റെ അമൗണ്ട് അല്ലെങ്കിൽ C14ന്റെ അളവ് ഇങ്ങനെ കുറഞ്ഞു 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 വരും. ഇനീഷ്യലി എന്തോ ഒരു എമൗണ്ട് ഉണ്ടായിരുന്നു, അതിൽ നിന്ന് കുറഞ്ഞു 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 വരും. അപ്പൊ ആ എമൗണ്ട്, ആ അളവ് നോക്കിയിട്ടാണ് നമ്മൾ ഫോസിൽസിന്റെ ഏജും പറയുക. ഇത്രേ ഉള്ളൂ കാര്യം കേട്ടോ. So, radioactive carbon dating is based on the fact that all living organisms have C14, the radioactive isotope of carbon in their bodies, which starts disintegrating after their death into C12 or N14. അപ്പോൾ ഈ C14 എന്ത് സംഭവിക്കുന്നു? ആഫ്റ്റർ ഡെത്ത് അത് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങും, അത് ഡീക്കേ ചെയ്യാൻ തുടങ്ങും. ഇൻറ്റു വാട്ട്? ഇൻറ്റു C12 or N14. Okay, since after death animals and plants do not replenish C14, ഡെത്തിന് ശേഷം പിന്നെ C14 അവർ ഇൻടേക്ക് ചെയ്യുന്നില്ല അല്ലെ, ത്രൂ ഫുഡ്. ഇറ്റ് ഓൺലി ഡീക്കേസ് അറ്റ് എ കോൺസ്റ്റന്റ് റേറ്റ്.
അപ്പം ഫുഡ് ചെയിനിലൂടെയാണ് ഈ C14 പ്ലാന്റ്സിൽ നിന്ന് ആനിമൽസിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇവര് ഡെഡ് ആയി കഴിഞ്ഞാൽ ഈ C14 പിന്നെ ഇവരുടെ ബോഡിയിൽ റീപ്ലനിഷ് ചെയ്യുന്നില്ല. ആഫ്റ്റർ ഡെത്ത് എന്താണ് സംഭവിക്കുന്നത്? C14 ഇറ്റ് ഡീക്കേസ് അറ്റ് എ കോൺസ്റ്റന്റ് റേറ്റ്. അത് ഡീക്കേ ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഇനി ഇവിടെ മറ്റൊരു കാര്യം ഞാൻ കൊടുത്തിട്ടുണ്ട്, ഹാഫ് ലൈഫ് ഓഫ് C14. ഹാഫ് ലൈഫ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും കെമിസ്ട്രിയിൽ. ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ടൈം റിക്വയർഡ് ടു ഡീക്കേ ഇറ്റ് ടു ഹാവ് ഇറ്റ്സ് ഇനീഷ്യൽ ലെവൽ. അതായത് C14 ഇനീഷ്യൽ ലെവലിൽ എത്രയുണ്ടായിരുന്നു അത് അതിന്റെ ഹാഫ് ആയിട്ട് ഡീക്കേ ചെയ്യാൻ വേണ്ടി എടുത്ത ടൈം, അതിനെയാണ് നമ്മൾ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത്. അപ്പൊ ഇനീഷ്യൽ ലെവലിൽ നിന്ന് ഹാഫ് ആയിട്ട് മാറാൻ വേണ്ടി ഈ C14 എടുത്ത ടൈം, അതിനെയാണ് ഹാഫ് ലൈഫ് എന്ന് പറയുക. ആ ടൈം എത്രയാണ്? 5730 years. ഇത്രയും വർഷങ്ങൾ എടുക്കും C14 അതിന്റെ ഹാഫ് അമൗണ്ടിലേക്ക് ഡീക്കേ ചെയ്ത് വരാൻ വേണ്ടിയിട്ട്. സോ ദ ഹാഫ് ലൈഫ് ഈസ് ദ ടൈം റിക്വയർഡ് ടു ഡീക്കേ ഇറ്റ് ടു ഹാഫ് ഓഫ് ഇറ്റ്സ് ഇനീഷ്യൽ ലെവൽ, അല്ലെ? C14 ഹാഫ് ലൈഫ് കൊടുത്തിട്ടുണ്ട് 5730 years. അപ്പൊ ഇത്രയും വർഷങ്ങൾ കൊണ്ട് നമുക്ക് C14 ആഫ്റ്റർ 5730 years നമുക്ക് C14 പകുതിയെ കാണാനായിട്ട് പറ്റത്തുള്ളൂ. ഓൺലി ഹാഫ് ഓഫ് ദ ഒറിജിനൽ എമൗണ്ട് ഓഫ് C14 റിമൈൻസ് ഇൻ ദ സാമ്പിൾ ഓഫ് ഓർഗാനിക് മെറ്റീരിയൽ. അപ്പൊ ഈ ഹാഫ് ലൈഫിനെ ബേസ് ചെയ്തിട്ട്, അതായത് C14 എത്രമാത്രം ഡീക്കേ ചെയ്തു വന്നു, അതിന്റെ അളവ് എത്രയുണ്ട് ആ ഓർഗാനിക് മാറ്ററിൽ, അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഫോസിൽസിന്റെ ഏജ് കാൽക്കുലേറ്റ് ചെയ്ത് പറയുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി കേട്ടോ. അടുത്ത എവിഡൻസ് നമുക്ക് കിട്ടുന്നത് ഫ്രം കമ്പാരിറ്റീവ് അനാട്ടമി ആൻഡ് മോർഫോളജി. അനാട്ടമി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്റ്റഡി ഓഫ് ഇന്റേണൽ സ്ട്രക്ചർ ഓഫ് ഓർഗാനിസംസ്. മോർഫോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് എക്സ്റ്റേണൽ സ്ട്രക്ചർ ഓഫ് ഓർഗാനിസംസ്. അപ്പം ഓർഗാനിസംസിന്റെ ഇന്റേണൽ സ്ട്രക്ചേഴ്സ് കമ്പയർ ചെയ്ത് പഠിച്ചു, അതുപോലെ ഓർഗാനിസംസിന്റെ എക്സ്റ്റേണൽ സ്ട്രക്ചേഴ്സും കമ്പയർ ചെയ്ത് പഠിച്ചു. അങ്ങനെ ഓർഗാനിസംസിനെ കമ്പയർ ചെയ്തപ്പോൾ നമുക്ക് കുറച്ച് എവിഡൻസസ് കിട്ടി. അതിലൊന്നാണ് ഹോമോലോഗസ് ഓർഗൻസ്. ഇവിടെ നോക്കുക, ഒരു എക്സാമ്പിൾ ആയിട്ട് ഇവിടെ കൊടുത്തേക്കുന്നത് മാൻ, ചീറ്റ, വെയിൽ, ബാറ്റ്. 4 ടൈപ്പ് ഓഫ് ഓർഗാനിസംസ് അല്ലെ? മാൻ, ചീറ്റ, വെയിൽ, ബാറ്റ്. ഇവരുടെ 4 limbs ആണ് കമ്പയർ ചെയ്ത് പഠിച്ചേക്കുന്നത്. കമ്പാരിറ്റീവ് അനാട്ടമി, അതായത് 4 limbsന്റെ അനാട്ടമിക്കൽ സ്ട്രക്ചർ കമ്പയർ ചെയ്ത് പഠിച്ചിരിക്കുകയാണ്. 4 limbs ഓഫ് ദീസ് മാമൽസ് ഹാവ് സിമിലർ അനാട്ടമിക്കൽ സ്ട്രക്ചർ. നമ്മൾ മനസ്സിലാക്കി ഇവരുടെ 4 limbsന് സിമിലർ അനാട്ടമിക്കൽ സ്ട്രക്ചർ ആണുള്ളത്. ദാറ്റ് മീൻസ് ഇവരുടെ എല്ലാവരുടെയും 4 limbsലെ ബോൺസ് ഒക്കെ സെയിം ആണ്. നമ്മുടെ 4 limbsലെ ബോൺസ് എന്തൊക്കെയാണ്? നമ്മൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക? ഹ്യൂമറസ് അല്ലെ? ഇവിടുന്ന് ഹ്യൂമറസ്, പിന്നെ റേഡിയസ് ആൻഡ് അൾന, കാർപ്പൽസ്, മെറ്റാകാർപ്പൽസ്, ഫലഞ്ചസ്. ഇത്ര ബോൺസ് ആണുള്ളത്. ഇത് തന്നെയാണ് ഈ എല്ലാ ഓർഗാനിസംസിലും, ഈ കൊടുത്തിരിക്കുന്ന 4 ഗ്രൂപ്പിലും ഉള്ളത്. ഇത് ഹ്യൂമറസ്, ഈ 2 ബോൺസ് റേഡിയസ്, അൾന, ഇവിടെ കാർപ്പൽസ്, മെറ്റാകാർപ്പൽസ്, ഫലഞ്ചസ്. ഇത്ര ബോൺസ് ആണുള്ളത്. ഇപ്പൊ മാനില് ഇത്ര ബോൺസ് ഉണ്ട് അല്ലെ? അത് തന്നെയാണ് ചീറ്റയിലുള്ളത്, അത് തന്നെയാണ് വെയിലുള്ളത്, അത് തന്നെയാണ് ബാറ്റിലും ഉള്ളത്. സോ ഓൾ ഓഫ് ദം ഹാവ് ഹ്യൂമറസ്, റേഡിയസ്, അൾന, കാർപ്പൽസ്, മെറ്റാകാർപ്പൽസ് ആൻഡ് ഫലഞ്ചസ് ഇൻ ദെയർ 4 limbs. ബട്ട് ദേ പെർഫോം ഡിഫറെന്റ് ഫങ്ഷൻസ്. അവർ ഡിഫറെന്റ് ഫങ്ഷൻസ് ആണ് പെർഫോം ചെയ്യുന്നത്. ഇവരുടെ അനാട്ടമിക്കൽ സ്ട്രക്ചർ സിമിലർ ആണ്, സെയിം ആണ്, ബട്ട് ദേ പെർഫോം ഡിഫറെന്റ് ഫങ്ഷൻസ്. ഫോർ എക്സാമ്പിൾ, മാനില് 4 limbsന്റെ ഫങ്ഷൻ എന്താണ്? നമുക്കറിയാം. നമ്മൾ 4 limbs എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് അല്ലെ? ചീറ്റയില് 4 limbsന്റെ ഫങ്ഷൻ റണ്ണിങ്ങിനാണ്, വെയിലാണെങ്കിൽ ഫോർ സ്വിമ്മിങ്, ബാറ്റിലാണെങ്കിൽ ഫോർ ഫ്ലൈയിങ്. അങ്ങനെ ഡിഫറെന്റ് ഫങ്ഷൻസ് ആണ് ഈ ഓർഗാനിസംസിൽ 4 limbsനുള്ളത്. പക്ഷെ ഇവരുടെ അനാട്ടമിക്കൽ സ്ട്രക്ചർ എന്താണ്? സെയിം ആണ്. So in these animals, the same structure developed along different directions due to adaptations to different needs. അപ്പോൾ സെയിം സ്ട്രക്ചർ പല ഡിറക്ഷനിലേക്ക് ഇവോൾവ് ചെയ്ത് വന്നു, ഡെവലപ്പ് ചെയ്ത് വരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ഡിഫറെന്റ് അഡാപ്റ്റേഷൻ നീഡ്സ്. അപ്പൊ അവരുടെ അഡാപ്റ്റേഷൻ നീഡ്സ് അനുസരിച്ചിട്ട് ആ സ്ട്രക്ചറിന്റെ ഇപ്പൊ 4 limbs ആണെങ്കിൽ അതിന്റെ ഫങ്ഷനും ഡിഫറെന്റ് ആയിട്ട് വരും അല്ലെ? അവർ എവിടെയാണോ അഡാപ്റ്റ് ചെയ്തിട്ടുള്ളത് ആ അഡാപ്റ്റേഷൻ അനുസരിച്ച്, ആ അഡാപ്റ്റേഷണൽ നീഡ് അനുസരിച്ചിട്ടായിരിക്കും അവരുടെ ഫങ്ഷൻസും ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. മനസ്സിലായോ? ഈവൻ ദോ ദേ ഹാവ് സെയിം അനാട്ടമിക്കൽ സ്ട്രക്ചേഴ്സ്. ഇവിടെ അനാട്ടമി സെയിം ആണ് അല്ലെ? ബോൺസ് എല്ലാം സിമിലർ ആണ് ഈ 4 limbsൽ. പക്ഷെ 4 limbsന്റെ ഫങ്ഷൻ എന്താണ്? ഡിഫറെന്റ് ആണ്. എന്തുകൊണ്ടാണ്? ഡിഫറെന്റ് അഡാപ്റ്റേഷണൽ നീഡ്സ് ഉള്ളത് കൊണ്ട്. മനസ്സിലായോ? അവർ ഡിഫറെന്റ് ഹാബിറ്റാറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് പറയാം. Okay, so this is divergent evolution and these structures are homologous. ഇതിനെ നമുക്ക് divergent evolution എന്ന് വിളിക്കാം. എന്ന് പറഞ്ഞാൽ ഒരു കോമൺ ആൻസിസ്റ്റർ, ഒറ്റൊരു പോയിന്റ്, അതിൽ നിന്ന് പല ഡിറക്ഷൻസിലേക്ക് ഡൈവേർജ് ചെയ്തു പോയി. അങ്ങനെ ഡിഫറെന്റ് സ്പീഷീസ് ഫോം ചെയ്തു.
ഇപ്പൊ ഒറ്റൊരു ആൻസസ്ട്രൽ ഒറ്റൊരു പോയിന്റിൽ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടാണ് ഇവർക്ക് സെയിം അനാട്ടമിക്കൽ സ്ട്രക്ചേഴ്സ് വരുന്നത്, ഈ സ്ട്രക്ചറിൽ സിമിലാരിറ്റീസ് വരുന്നത്. ആൻഡ് ഡിഫറെന്റ് ഫങ്ഷൻസ് പെർഫോം ചെയ്യാൻ കാരണം ഇവർ പല അഡാപ്റ്റേഷൻസിലേക്കാണ് പോയത്, പല ഹാബിറ്റാറ്റ്സിലേക്കാണ് പോയത്. ഇതിനെ നമുക്ക് ഡൈവേർജന്റ് എവല്യൂഷൻ എന്ന് വിളിക്കാം. ആൻഡ് ദീസ് സ്ട്രക്ചേഴ്സ് ആർ ഹോമോലോഗസ്. ഹോമോലോഗസ് എന്ന് പറഞ്ഞാൽ സെയിം സ്ട്രക്ചർ സെയിം ആണ്, ബട്ട് ഡിഫറെന്റ് ഫങ്ഷൻസ് ഡിഫറെന്റ് ആണ്. ഹോമോലോഗി ഇൻഡിക്കേറ്റ്സ് എ കോമൺ ആൻസിസ്ട്രി. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഹോമോലോഗസ് സ്ട്രക്ചേഴ്സ് ഡെവലപ്പ് ചെയ്യാൻ കാരണം ഒരു കോമൺ ആൻസിസ്ട്രിയിൽ നിന്ന് ഇവരെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ടാണ്. ഇപ്പൊ മാൻ ആയാലും ചീറ്റ ആയാലും വെയിൽ ആയാലും ബാറ്റ് ആയാലും ഇവരൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നായിരിക്കും? ഒരു കോമൺ ആൻസസ്ട്രിയിൽ നിന്നായിരിക്കും. ഒരു കോമൺ ആൻസസ്ട്രിയിൽ നിന്നാണ്, ഒറ്റ ഒരു പോയിന്റിൽ നിന്നാണ് ഇവരൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ദേ ഡൈവേർജ്ഡ് ഇൻ ടു ഡിഫറെന്റ് അഡാപ്റ്റേഷൻസ്. പല ഹാബിറ്റാറ്റ്സിലേക്ക് അവർ പോയി, അതുകൊണ്ട് ദേ ഡെവലപ്പ് ഡിഫറെന്റ് ഫങ്ഷൻസ് അല്ലെ? യെസ്. When an ancestral species diverges into different species, ultimately giving rise to a new species, it is called divergent evolution. Divergent evolution ഒരു ഡെഫിനിഷൻ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ആൻസസ്ട്രൽ സ്പീഷീസ് ഡൈവേർജ് ചെയ്ത് ഡിഫറെന്റ് സ്പീഷീസ് ആയിട്ട് മാറുന്നത് അല്ലെ? When an ancestral species diverges into different species, ultimately giving rise to a new species, then it is divergent evolution. ഇപ്പൊ ഇവിടെ എലഫന്റിനെയും മാമോത്തിനെയും കൊടുത്തിട്ടുണ്ട്. രണ്ടും രണ്ട് സ്പീഷീസിൽ പെടുന്നവരാണ് അല്ലെ? പക്ഷെ ഇവർ രണ്ടും ഒറിജിനേറ്റ് ചെയ്യുന്നത്, ഇവോൾവ് ചെയ്യുന്ന ഒരു കോമൺ ആൻസസ്ട്രലിൽ നിന്നാണ്. സോ ദിസ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡൈവേർജന്റ് എവല്യൂഷൻ. ഒരു കോമൺ ആൻസസ്റ്റർ ഡൈവേർജ് ചെയ്തിട്ട് പുതിയ രണ്ട് സ്പീഷീസ് ഫോം ചെയ്തു. ഓക്കെ, ആൻഡ് ദാറ്റ് ലീഡ്സ് ടു ദ ഡെവലപ്മെന്റ് ഓഫ് ഹോമോലോഗസ് ഓർഗൻസ്. ഡൈവേർജന്റ് എവല്യൂഷൻ ഹോമോലോഗസ് സ്ട്രക്ചേഴ്സ് ഫോം ചെയ്യാൻ കാരണമാകും. ഓക്കെ, ഇനി എന്താണ് ഹോമോലോഗസ് ഓർഗൻസ്? അത് ഞാൻ പറഞ്ഞു, സെയിം സ്ട്രക്ചർ ബട്ട് ഡിഫറെന്റ് ഫങ്ഷൻസ് അല്ലെ? ഹോമോലോഗസ് ഓർഗൻസ് ആർ സിമിലർ ഇൻ ബേസിക് സ്ട്രക്ചർ ആൻഡ് എംബ്രിയോണിക് ഒറിജിൻ. അവരുടെ സ്ട്രക്ചറും എംബ്രിയോണിക് ഒറിജിനും സെയിം ആയിരിക്കും, സിമിലർ ആയിരിക്കും, ബട്ട് സെർവ് ഡിഫറെന്റ് ഫങ്ഷൻസ്. പക്ഷേ അവരുടെ ഫങ്ഷൻസ് എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ മുന്നേ പറഞ്ഞത് 4 limbs ഓഫ് മാൻ, ചീറ്റ, വെയിൽ ആൻഡ് ബാറ്റ്. മറ്റേ എക്സാമ്പിൾസ് NCERT കൊടുത്തിരിക്കുന്നത് വേർട്ടിബ്രേറ്റ് ഹാർട്സ് ഓർ ബ്രെയിൻ, thorn and tendrils of bougainvillea and cucurbita. വേർട്ടിബ്രേറ്റിന്റെ ഹാർട്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഫിഷസിന്റെ ആണെങ്കിലും ആംഫിബിയൻസിന്റെ ആണെങ്കിലും റെപ്റ്റൈൽസിന്റെ ആണെങ്കിലും ബേർഡ്സിന്റെ ആണെങ്കിലും മാമൽസിന്റെ ആണെങ്കിലും ഇവരുടെ ബേസിക് പ്ലാൻ, ബേസിക് സ്ട്രക്ചർ ആൻഡ് എംബ്രിയോണിക് ഒറിജിൻ സെയിം ആയിരിക്കും, ഒരു മാറ്റമില്ല. പക്ഷേ ഒരു പെർട്ടിക്കുലർ ലെവൽ ഓഫ് സ്പെഷ്യലൈസേഷൻ ഉണ്ടല്ലേ? ഓരോ ഗ്രൂപ്പിലേക്ക് പോകും തോറും, സിമ്പിൾ ടു കോംപ്ലക്സിലേക്ക് പോകും തോറും ഈ ഓർഗൻസിലൊക്കെ സ്പെഷ്യലൈസേഷൻ വന്നിട്ടുണ്ട്. നിങ്ങൾ പഠിക്കുന്നതാണ് അല്ലേ? ദാറ്റ് മീൻസ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. അതല്ലാതെ ഇവരുടെ സ്ട്രക്ചർ ഒക്കെ സെയിം ആണ്. ഹാർട്സ് എടുത്തു കഴിഞ്ഞാൽ, ദെൻ ബ്രെയിൻ എടുത്തു കഴിഞ്ഞാലും വേർട്ടിബ്രേറ്റ്സിന്റെ ബ്രെയിൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഫിഷസിലാണെങ്കിലും ആംഫിബിയൻസിലാണെങ്കിലും റെപ്റ്റൈൽസിലാണെങ്കിലും ബേർഡ്സിലാണെങ്കിലും മാമൽസിലാണെങ്കിലും ഒരു ബേസിക് പ്ലാനും സ്ട്രക്ചറും പെർട്ടിക്കുലർ ഡിഗ്രി ഓഫ് സ്പെഷ്യലൈസേഷൻ ഉണ്ട്. അതിനനുസരിച്ച് ഓരോ പാർട്ടും പെർഫോം ചെയ്യുന്ന ഫങ്ഷൻസും മാറിയും തിരിഞ്ഞും ഒക്കെ വരും അല്ലേ? ഓക്കെ, പക്ഷെ അത് സ്ട്രക്ചർ സെയിം ആണ്. ഇനി പ്ലാന്റ്സിലുള്ള ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്, തോൺ ആൻഡ് ടെൻഡ്രിൽസ് ഓഫ് ബൊഗൈൻവില്ലെ ആൻഡ് ക്യൂക്കർബിറ്റ. അപ്പൊ ബൊഗൈൻവില്ലയിലെ തോൺ ആൻഡ് ക്യൂക്കർബിറ്റയിലെ ടെൻഡ്രിൽസ്, ഇതാണ് ടെൻഡ്രിൽ എന്ന് പറയുന്നത്. അത് ലേബൽ ചെയ്തിട്ടില്ല, ഇത് ടെൻഡ്രിൽ. സോ തോൺസ് ആൻഡ് ടെൻഡ്രിൽസ് ഓഫ് ബൊഗൈൻവില്ലെ ആൻഡ് ക്യൂക്കർബിറ്റ. ബൊഗൈൻവില്ലയിലെ തോണും ക്യൂക്കർബിറ്റയിലെ ടെൻഡ്രിലും ഹോമോലോഗസ് സ്ട്രക്ചേഴ്സ് ആണ്. എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടും ആക്സിലറി ബഡ് മോഡിഫിക്കേഷൻ ആണ്. ആക്സിലറി ബഡ് മോഡിഫിക്കേഷൻ, ആക്സിലറി ബഡ് മോഡിഫൈ ചെയ്ത് ഉണ്ടായതാണ് ഈ തോണും ടെൻഡ്രിൽസും. ഓക്കെ, ദാറ്റ് മീൻസ് അവരുടെ സ്ട്രക്ചർ സെയിം ആണ്, പക്ഷേ ദേ പെർഫോം ഡിഫറെന്റ് ഫങ്ഷൻസ്. ബൊഗൈൻവില്ലയിലാണെങ്കിൽ തോണിന്റെ ഫങ്ഷൻ എന്താണ്? പ്രൊട്ടക്ഷൻ ആണ്, പ്രൊട്ടക്ഷൻ. ക്യൂക്കർബിറ്റയില് ടെൻഡ്രിൽസിന്റെ ഫങ്ഷൻ ക്ലൈംബിംഗ് ആണ്, ക്ലൈംബിംഗ്. ക്യൂക്കർബിറ്റയില് ടെൻഡ്രിൽസിന്റെ ഫങ്ഷൻ ക്ലൈംബിംഗ് ആണ്. നമുക്ക് ക്ലൈംബ് ചെയ്യാനല്ല, പ്ലാന്റിന് ക്ലൈംബ് ചെയ്ത് കയറാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഇത് ഹോമോലോഗസ് സ്ട്രക്ചേഴ്സിന് ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇനി അടുത്തത് അനലോഗസ് ഓർഗൻസ് ആണ് കേട്ടോ. ആസ് ആൻ എവിഡൻസ് ഫ്രം കമ്പാരറ്റീവ് അനാട്ടമി ആൻഡ് മോർഫോളജി. ഒന്ന് നമുക്ക് കിട്ടിയത് ഹോമോലോഗസ് ഓർഗൻസ്, മറ്റത് അനലോഗസ് ഓർഗൻസ്. അനലോഗസ് ഓർഗൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോമോലോഗസ് ഓർഗൻസിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. നിങ്ങൾ പഠിക്കുന്ന ഡെഫിനിഷൻ ഒന്ന് തിരിച്ചിട്ട് നോക്കും. എന്താണ് അനലോഗസ് ഓർഗൻസ്? ഓർഗൻസ് വിത്ത് ഡിഫറെന്റ് സ്ട്രക്ചർ ആൻഡ് എംബ്രിയോണിക് ഒറിജിൻ. അവരുടെ സ്ട്രക്ചറും എംബ്രിയോണിക് ഒറിജിനും ഡിഫറെന്റ് ആയിരിക്കും, പക്ഷേ ദേ പെർഫോം സെയിം ഫങ്ഷൻസ്. മറ്റിടത്ത് ഡിഫറെന്റ് ഫങ്ഷൻസ് ആയിരുന്നു അല്ലേ? ഇവിടെ സെയിം ഫങ്ഷൻ ആണ്, പക്ഷെ സ്ട്രക്ചറും എംബ്രിയോണിക് ഒറിജിനും ഒക്കെ ഡിഫറെന്റ് ആണ്.
ആൻഡ് ദേ ആർ ദ റിസൾട്ട് ഓഫ് കൺവേർജന്റ് എവല്യൂഷൻ. കൺവേർജന്റ് എവല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല ഡിറക്ഷൻസിൽ നിന്നും വന്നിട്ട് ഒറ്റ ഒരു പോയിന്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇത് കൺവേർജന്റ് എവല്യൂഷൻ. ദിസ് ഈസ് കൺവേർജന്റ് എവല്യൂഷൻ. ഓക്കെ, ഇത് കൺവേർജന്റ് എവല്യൂഷൻ. ഒറ്റ ഒരു പോയിന്റിൽ നിന്ന് പല ഡിറക്ഷൻസിലേക്ക് ഡൈവേർജ് ചെയ്യുവാണെങ്കിൽ, റേഡിയേറ്റ് ചെയ്യുവാണെങ്കിൽ അത് ഡൈവേർജന്റ് എവല്യൂഷൻ. ഇത് ഡൈവേർജന്റ്. ഇതാണ് നമ്മൾ മുന്നേ പഠിച്ചത്. കൺവേർജന്റ് എവല്യൂഷൻ ആണ് അനലോഗസ് ഓർഗൻസ് അല്ലെങ്കിൽ അനലോഗസ് സ്ട്രക്ചേഴ്സ് ഫോം ചെയ്യാനായിട്ട് കാരണം. ആൻഡ് ഇറ്റ് ഈസ് എ സിമിലർ ഹാബിറ്റാറ്റ്. ഇവിടെ ഒരു ടി ഉണ്ട്, എക്സ്ട്രാ കളഞ്ഞേക്കും. ഇറ്റ് ഈസ് എ സിമിലർ ഹാബിറ്റാറ്റ് ദാറ്റ് ഹാസ് റിസൾട്ടഡ് ഇൻ സെലക്ഷൻ ഓഫ് സിമിലർ അഡാപ്റ്റീവ് ഫീച്ചേഴ്സ് ഇൻ ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ഓഫ് ഓർഗാനിസംസ് ബട്ട് ടുവേർഡ്സ് സെയിം ഫംഗ്ഷൻ. എന്ന് പറഞ്ഞാൽ ഇതാ കൺവേർജന്റ് എവല്യൂഷനിൽ പല പോയിന്റിൽ നിന്ന് പല ഡിറക്ഷൻസിലേക്ക് ഒറ്റ ഒരു ഏരിയയിലേക്ക് വരികയാണ്. ദാറ്റ് മീൻസ് ഒറ്റ ഒരു ഹാബിറ്റാറ്റ്, സെയിം ഹാബിറ്റാറ്റിലേക്ക് അവർ വരികയാണ്. സിമിലർ ഹാബിറ്റാറ്റ് ഇവർ നേടിയെടുക്കുകയാണ് ഈ ഓർഗാനിസംസ്. പല ഡിറക്ഷൻസിൽ നിന്നാണ് ഇവർ വരുന്നതെങ്കിലും ഇവരെല്ലാവരും ഒറ്റൊരു ഹാബിറ്റാറ്റിലേക്ക്, സെയിം ഹാബിറ്റാറ്റിലേക്ക് വരികയാണ് അല്ലേ. അപ്പോൾ സിമിലർ ഹാബിറ്റാറ്റ് വരുന്നതുകൊണ്ട് സെയിം അഡാപ്റ്റീവ് ഫീച്ചേഴ്സ് അവർ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ്. അതുകൊണ്ടാണ് ഇവർക്ക് സിമിലർ ഫങ്ഷൻസ് പെർഫോം ചെയ്യാനായിട്ട് പറ്റുന്നത്. ഫോർ എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ കൃത്യമായിട്ട് മനസ്സിലാകും കേട്ടോ. എക്സാമ്പിൾ, വിങ്സ് ഓഫ് ഇൻസെക്ട്, ബേർഡ് ആൻഡ് ബാറ്റ്. ഇൻസെക്റ്റിന്റെ വിങ്ങും ബേർഡിന്റെ വിങ്ങും, അല്ലെങ്കിൽ ഇൻസെക്റ്റിന്റെ വിങ്ങും ബാറ്റിന്റെ വിങ്ങും, അല്ലെങ്കിൽ ഇവർ മൂന്ന് പേരും കൂടെ കമ്പയർ ചെയ്യും. കമ്പയർ ചെയ്യുമ്പോൾ ഇൻസെക്റ്റിന്റെ വിങ് നമുക്കറിയാം ഭയങ്കര ഡെലിക്കേറ്റഡ് ആൻഡ് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള വിങ് ആണല്ലേ അവരുടേത്. ഓക്കെ, ബേർഡിന്റെ വിങ് എടുത്തു കഴിഞ്ഞാൽ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് കുറച്ച് ബോൺസ് ഉണ്ട് ആൻഡ് ഫെതേഴ്സും ഉണ്ട്. ബേർഡിന്റെ വിങ്ങിൽ ഫെതേഴ്സും ബോൺസിനോട് അസോസിയേറ്റഡ് ആണ്. ബാറ്റിന്റെ വിങ് എടുത്തു കഴിഞ്ഞാൽ ബോൺസ് ഉണ്ട് വിങ്ങില് ആൻഡ് അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഒരു വിങ് മെംബ്രെയിൻ സ്ട്രെച്ച് ഉണ്ട്. വിങ് മെംബ്രെയിൻ ഓഫ് സ്കിൻ, ഒരു മെംബ്രെയിൻ സ്ട്രെച്ച് ഉണ്ട് അല്ലേ ഇൻ ബിറ്റ്വീൻ ദ ബോൺസ്. നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ദാ ഇവിടെ. അപ്പോൾ ഈ വിങ്സിന്റെ സ്ട്രക്ചർ ഇവിടെ ഡിഫറെന്റ് ആണ്. ഇൻസെക്റ്റിലും ബേർഡിലും ബാറ്റിലും ഒക്കെ ഡിഫറെന്റ് ആണ്. പക്ഷെ ഇവർ പെർഫോം ചെയ്യുന്ന ഫംഗ്ഷൻ എന്താണ്? സെയിം ആണ്, സിമിലർ ഫംഗ്ഷൻ ആണ്. എന്ത് ഫംഗ്ഷൻ ആണ് പെർഫോം ചെയ്യുന്നത്? ഫ്ലൈയിങ് അല്ലേ, ഫ്ലൈയിങ്. സ്ട്രക്ചർ ഡിഫറെന്റ് ആണ്. അപ്പൊ ഇവർ പല ഡിറക്ഷൻസിൽ നിന്നും വന്നവരാണ് അല്ലെ. കോമൺ ആൻസസ്ട്രി അല്ല ഇവർക്കുള്ളത്. ഇവർ പല പോയിന്റിൽ നിന്നും ഒറ്റ ഒരു അഡാപ്റ്റേഷനിൽ ജീവിക്കാൻ വേണ്ടി വന്നവരാണ്. അപ്പൊ സെയിം അഡാപ്റ്റേഷണൽ നീഡ്സ് ആയതുകൊണ്ടാണ് ഇവർക്ക് സെയിം ഫങ്ഷൻസ് പെർഫോം ചെയ്യാൻ പറ്റുന്നത്. ദാറ്റ് മീൻസ് ഈ വിങ്സ് സെയിം ഫങ്ഷൻ പെർഫോം ചെയ്യുന്നത്, ദാറ്റ് ഈസ് ഫ്ലൈയിങ്. മനസ്സിലായോ? മറ്റു കുറച്ച് എക്സാമ്പിൾസ് NCERT കൊടുത്തിട്ടുള്ളത്, ഐ ഓഫ് മാമൽസ് ആൻഡ് ഒക്ടോപ്പസ്. മാമൽസിന്റെയും ഒക്ടോപ്പസിന്റെയും ഐ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഡിഫറെന്റ് സ്ട്രക്ചേഴ്സ് ആണ്, ബട്ട് they perform same function. എന്താണ്? വിഷൻ ആണ് പോസിബിൾ ആക്കുന്നത്. അടുത്തത് ഫ്ലിപ്പേഴ്സ് ഓഫ് പെൻഗ്വിൻസ് ആൻഡ് ഡോൾഫിൻസ്. പെൻഗ്വിന്റെയും ഡോൾഫിൻസിന്റെയും ഫ്ലിപ്പേഴ്സ് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രക്ചർ, അനാട്ടമിക്കൽ സ്ട്രക്ചർ ഡിഫറെന്റ് ആണ്, ബട്ട് ദേ പെർഫോം ദ സെയിം ഫംഗ്ഷൻ. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? സ്വിം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അല്ലേ അവർക്ക്. ദാറ്റ് മീൻസ് ആ വാട്ടറിൽ കൂടെ ഗ്ലൈഡ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഫ്ലിപ്പേഴ്സ്. ആൻഡ് പൊട്ടറ്റോ ആൻഡ് സ്വീറ്റ് പൊട്ടറ്റോ ഇൻ പ്ലാന്റ്സ്, അനലോഗസ് ഓർഗൻസിന്, അനലോഗസ് സ്ട്രക്ചേഴ്സിന് എക്സാമ്പിൾസ് ആണ് പറയുന്നത്. പ്ലാന്റ്സിൽ പൊട്ടറ്റോ ആൻഡ് സ്വീറ്റ് പൊട്ടറ്റോ. പൊട്ടറ്റോ ഒരു സ്റ്റെം മോഡിഫിക്കേഷൻ ആണ് കേട്ടോ. സ്റ്റെം മോഡിഫിക്കേഷൻ ആണ്, സ്റ്റെം ട്യൂബർ ആണിത്. സ്റ്റെം മോഡിഫിക്കേഷൻ. പൊട്ടറ്റോ ഈസ് എ സ്റ്റെം മോഡിഫിക്കേഷൻ ആൻഡ് സ്വീറ്റ് പൊട്ടറ്റോ ഈസ് റൂട്ട് മോഡിഫിക്കേഷൻ. റൂട്ട് മോഡിഫിക്കേഷൻ. അപ്പോൾ സ്ട്രക്ചർ ഡിഫറെന്റ് ആണ്, പക്ഷെ ഫങ്ഷണൽ വൈസ് സെയിം ആണ്. എന്ന് പറഞ്ഞാൽ രണ്ടുപേരും, ഈ രണ്ട് ട്യൂബേഴ്സും സ്റ്റാർച്ച് സ്റ്റോർ ചെയ്ത് വെക്കുന്നവരാണ് അല്ലെ. അപ്പോൾ അനലോഗസ് ഓർഗൻസ് എന്താണെന്ന് മനസ്സിലായോ? ഡിഫറെന്റ് സ്ട്രക്ചേഴ്സ് ബട്ട് പെർഫോം സെയിം ഫംഗ്ഷൻ. ഹോമോലോഗസ് സ്ട്രക്ചേഴ്സ് ആണെങ്കിലോ സെയിം സ്ട്രക്ചേഴ്സ്, അവരുടെ സ്ട്രക്ചറൽ പാറ്റേണും എംബ്രിയോണിക് ഒറിജിനും ഒക്കെ സെയിം ആണ്, ബട്ട് ദേ പെർഫോം ഡിഫറെന്റ് ഫംഗ്ഷൻസ്. അപ്പൊ അതിന് കുറച്ച് എക്സാമ്പിൾസും, ഈ എക്സാമ്പിൾസ് എല്ലാം നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ, മറന്നു പോകരുത്. ഇനി അടുത്ത എവിഡൻസ് നമുക്ക് കിട്ടുന്നത് ബയോകെമിക്കൽ സ്റ്റഡീസിൽ നിന്നാണ്. ബയോകെമിക്കൽ സിമിലാരിറ്റീസ്, അതായത് നമ്മൾ ഓർഗാനിസംസിന്റെ DNA ഒക്കെ ഒന്ന് കമ്പയർ ചെയ്തു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചാണല്ലേ ഓർഗാനിസംസിലെ DNA. ബാക്ടീരിയ മുതൽ ഹ്യൂമൻ ബീയിങ്സ് വരെയുള്ള ഓർഗാനിസംസിലെ DNA കമ്പയർ ചെയ്താൽ 99.9% ഓഫ് DNAയും സെയിം ആണ് അല്ലേ. എവിടെയാണ് ഡിഫറൻസ് കാണിക്കുന്നത്? 0.1%ലാണ് ഡിഫറൻസ് കാണിക്കുന്നത്. അപ്പൊ തന്നെ ജനറ്റിക് സിമിലാരിറ്റി നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു. സോ നമ്മൾ ഈ ഓർഗാനിസംസിന്റെ, ഡിഫറെന്റ് ഓർഗാനിസംസിന്റെ ജീൻസ് കമ്പയർ ചെയ്യുമ്പോൾ പലയിടത്തും ജീൻസ് തമ്മിൽ സിമിലാരിറ്റീസ് ഉണ്ട്. ദാറ്റ് മീൻസ് ആ ജീൻസ് കോഡ് ചെയ്യുന്ന അമിനോ ആസിഡ്സ് അല്ലെങ്കിൽ അവര് എക്സ്പ്രസ് ചെയ്യുന്ന പ്രോട്ടീൻസ്, അതിന്റെ ഫങ്ഷൻസ് ഒക്കെ സിമിലർ ആയിട്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ദാറ്റ് ഓൾസോ ഇൻഡിക്കേറ്റ്സ് എ കോമൺ ആൻസസ്ട്രി. ആൻഡ്
NCERT-യിൽ ഇനി പറയുന്ന ഒരു പോയിന്റ് കേട്ടോ, അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു പോയിന്റ് ആണ്. അതായത് മാൻ നമുക്ക് വേണ്ടിയിട്ടുള്ള ഓർഗാനിസംസിനെയൊക്കെ ആർട്ടിഫിഷ്യലി ബ്രീഡ് ചെയ്തെടുക്കാൻ തുടങ്ങി അല്ലേ. മാൻ ഹാസ് ബ്രെഡ് സെലക്ടഡ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഫോർ അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, സ്പോർട്ട് ഓർ സെക്യൂരിറ്റി. നമ്മുടെ കൊമേഴ്സ്യൽ പർപ്പസിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിന് നമ്മൾ പ്ലാന്റ്സിനെയും ആനിമൽസിനെയൊക്കെ ബ്രീഡ് ചെയ്യാൻ തുടങ്ങി, ആർട്ടിഫിഷ്യൽ ബ്രീഡിങ് നടത്തി അല്ലേ. സോ മാൻ ഹാസ് ഡൊമസ്റ്റിക്കേറ്റഡ് മെനി വൈൽഡ് ആനിമൽസ് ആൻഡ് ക്രോപ്സ് ടു. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ദിസ് ഇന്റൻസീവ് ബ്രീഡിംഗ് പ്രോഗ്രാം ഹാസ് ക്രിയേറ്റഡ് ബ്രീഡ്സ് ദാറ്റ് ഡിഫർ ഫ്രം അതർ ബ്രീഡ്സ്, എക്സാമ്പിൾ ഡോഗ്സ്, ബട്ട് സ്റ്റിൽ ആർ ഓഫ് ദ സെയിം ഗ്രൂപ്പ്. ഇപ്പോൾ ഡോഗ്സിനെ എടുത്തു കഴിഞ്ഞാൽ ഡിഫറെന്റ് ബ്രീഡ്സ് ഓഫ് ഡോഗ്സ് ആർ അവൈലബിൾ അല്ലേ. അവർ ഡിഫറെന്റ് ബ്രീഡ്സ് ആണ് എങ്കിലും ദേ ബിലോങ് ടു സെയിം ഗ്രൂപ്പ്. ആൻഡ് കൗസിനെ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഡിഫറെന്റ് ബ്രീഡ്സ് ഓഫ് കൗസിനെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ കൊമേഴ്സ്യൽ പർപ്പസിന് വേണ്ടിയിട്ട്. പക്ഷെ ഇവരൊക്കെ ഡിഫറെന്റ് ബ്രീഡ്സ് ആണെങ്കിൽ കൂടി ദേ ബിലോങ് ടു സെയിം ഗ്രൂപ്പ് അല്ലെ. അപ്പൊ ഇവിടെ പറയുന്ന ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോ മനുഷ്യന് ഒരു 100 വർഷങ്ങൾക്കുള്ളിൽ, ഈ 100 വർഷങ്ങൾക്കിടയ്ക്ക് അവർക്ക് വേണ്ട പ്ലാന്റ്സിനെയോ ആനിമൽസിനെയോ ഒക്കെ ബ്രീഡ് ചെയ്ത് സെലക്ട് ചെയ്തിട്ട് പുതിയ സ്പീഷീസിനെ ഫോം ചെയ്യിപ്പിക്കാൻ കഴിവുണ്ട് എങ്കിൽ ഒരു മില്യൺസ് ഓർ ബില്യൺസ് ഓഫ് ഇയേഴ്സ് എടുത്തിട്ട് നേച്ചറിന് ഇത് ഓട്ടോമാറ്റിക്കലി അങ്ങ് നടത്തിക്കൂടെ? അതിനുള്ള ചാൻസ് ഇല്ല എന്നാണ്. ദാറ്റ് മീൻസ് എവല്യൂഷൻ ഈസ് പോസിബിൾ എന്നാണ് പറയുന്നത് കേട്ടോ. സോ ഇറ്റ് ഈസ് ആർഗ്യൂഡ് ദാറ്റ് ഇഫ് വിത്തിൻ ഹൺഡ്രഡ്സ് ഓഫ് ഇയേഴ്സ് മാൻ കുഡ് ക്രിയേറ്റ് ന്യൂ ബ്രീഡ്സ്, കുഡ് നോട്ട് നേച്ചർ ഹാവ് ഡൺ ദ സെയിം അവർ മില്യൺസ് ഓഫ് ഇയേഴ്സ്? ഓഫ് കോഴ്സ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? നമ്മളൊരു കാര്യം പഠിച്ചുള്ളൂ, എവിഡൻസസ് ഓഫ് ഇവല്യൂഷൻ. അതിൽ ഡിഫറെന്റ് എവിഡൻസസ് കണ്ടു, പാലിയന്റോളജിക്കൽ എവിഡൻസസ് കണ്ടു, ദെൻ എവിഡൻസസ് ഫ്രം കമ്പാരിറ്റീവ് അനാട്ടമി ആൻഡ് മോർഫോളജി, ദെൻ ബയോകെമിക്കൽ എവിഡൻസ് നമ്മളൊന്ന് മെൻഷൻ ചെയ്തു അല്ലേ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ടോപ്പിക് ഡിസ്കസ് ചെയ്യാം. ടിൽ ദെൻ ബൈ ബൈ.